സർക്കാർ ഔദ്യോഗികമായി ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ട് അറിയില്ല. ഏതായാലും ഇത്തരം വാർത്തകൾ കുറച്ച് ദിവസമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അഖില ലോക അയ്യപ്പ ഭക്തസംഗമം എന്ന പേരിലുള്ള ഒരു പരിപാടി പമ്പയിൽ അവർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതുവരെ ന്യൂനപക്ഷ സംഘം എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധികളുമായി, മുസ്ലിം പ്രതിനിധികളുമായി, ക്രിസ്ത്യൻ പ്രതിനിധികളുമായി നിരവധി തവണ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയുണ്ടായിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പ്രത്യേകമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരെ കാണാൻ ഗവൺമെന്റ് താല്പര്യപ്പെടാറുണ്ട്. സമസ്തയാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളാണെങ്കിലും മത നേതൃത്വമാണെങ്കിലും ആത്മീയ നേതൃത്വമാണെങ്കിലും മുഖ്യമന്ത്രിയുമായും ഈ സർക്കാരുമായും നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിലൊരു പുതുമയൊന്നുമില്ല. വ്യത്യസ്തമായ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ ഉദാഹരണത്തിന് ഫലസ്തീൻ വിഷയം വന്ന സമയത്ത്, അതുപോലെ തന്നെ നേരത്തെ പൗരത്വ വിഷയം വന്ന സമയത്ത് CPM തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മുസ്ലിം ലീഗിനെ, മുസ്ലിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്, പൊതുയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കോഴിക്കോടൊക്കെ അതിന്റെ കേന്ദ്രമായിരുന്നു. ചിലതിൽ മുസ്ലിം ലീഗ് തന്നെ അതിൽ സഹകരിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് CPM പലതവണയായിട്ട് ഈ സർക്കാരും ഇതിനു മുമ്പിലുള്ള പിണറായി സർക്കാരും ശ്രമിച്ചിട്ടുണ്ട്. അവര് അത് ആവർത്തിച്ച് ചെയ്യാറുമുണ്ട്. പക്ഷെ ഒരു പ്രശ്നം കൂടെ ഉള്ളത്, ഇപ്പോ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിലുള്ള ഒരു പരിപാടി ഇവർ നടത്തുന്നുണ്ട്. അതിന് ബദലായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നത്. മുസ്ലിങ്ങളുടെ യോഗം വിളിക്കുന്നു, ക്രിസ്ത്യാനികളുടെ യോഗം വിളിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നു. അയ്യപ്പ ഭക്ത സംഘം എന്ന് പറയുന്നത് അത് ഒരു ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ അല്ലെ ഹിന്ദു സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ, അവരെ നേരിടുന്ന അപരാധികൾ കേൾക്കാനോ, അതിന് പരിഹാരം ഉണ്ടാക്കാനോ, അവരുടെ നയിച്ച് ചർച്ച ചെയ്യാനോ, അതിന് പരിഹാരം ഉണ്ടാക്കാനോ വേണ്ടിയുള്ളതല്ല. നേരെമറിച്ച് അത് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതനുസരിച്ച്, ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചതനുസരിച്ച് അതിന്റെ പേരിൽ കുറെ നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എന്നവര് അതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ വത്സൻ തിലകേരി. ഇപ്പോൾ ശ്രീ കെ അനിൽകുമാർ,